ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഞങ്ങൾ ഡൽഹി വരെ പോവുകയാണ്. ഒരു ഇനോവ ക്രിസ്റ്റ പർച്ചേസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ വണ്ടി കിട്ടിയാൽ ഞങ്ങളത് തിരിച്ച് ഡ്രൈവ് ചെയ്ത് നാട്ടിലേക്ക് വരാനുള്ള പ്ലാനിലാണ് പോകുന്നത്. അങ്ങനെ ഡൽഹി എയർപോർട്ട് എത്തി. അപ്പോൾ ഇതാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി നേരെ പോകുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, നൗഷാദ്. പുള്ളി ഒരു 10-15 കൊല്ലമായിട്ട് ഇവിടെ സെറ്റിൽഡാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നേരെ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലെത്തി. ഒരു ഊബർ വിളിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കണം. നല്ല മഴക്കാറുണ്ട്. നോക്കട്ടെ, ഊബർ ഇട്ടോ നോട്ടെ. മഴ വീണു മോനെ. ഡൽഹിയിൽ പൊതുവെ മഴ കുറവുള്ള സ്ഥലമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മൾ വന്ന് ഇറങ്ങിയില്ല, അന്ന് ഭയങ്കര മഴ. ഇതാണ് നമ്മ പറഞ്ഞ നൗഷാദ് ഭായി. അപ്പം ഞങ്ങൾ മൂപ്പരുടെ ഇവിടെ റൂമിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി. ഞങ്ങൾ ഫുഡ് കഴിക്കാനും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോണത്. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥലം. അവിടെ നല്ല റൊട്ടിയും ബീഫ് നഹാരി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നോവ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആഗ്രയിലാണ് വണ്ടിയുള്ളത്. നമ്മൾ ഡൽഹിയിൽ നിന്നൊരു 100-200 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങൾ ആഗ്രയ്ക്ക് പോകണം. താജ്മഹൽ കാണാൻ വേണ്ടി പിടിവിട്ടു പോവാണ്. അങ്ങനെ താജ്മഹൽ എത്തി. ഒരു 15 കൊല്ലമായി അവിടെ വന്നിട്ട്. നല്ല തിരക്കാണ്, എപ്പോഴും ഫുൾ ടൈം തിരക്കാണ്. താജ്മഹലിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് ആണ്. പുറമേ നിന്ന് കാണാൻ 50 രൂപ ഉള്ളൂ ചാർജ്. പക്ഷേ നമുക്ക് അകത്ത് കയറണമെങ്കിൽ 200 എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ ഇന്നിപ്പോൾ അകത്ത് കയറാനുള്ള പരിപാടിയിൽ അകത്തേക്ക് കയറിയാണ്. താജ്മഹൽ കണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ലോട്ടസ് ടെമ്പിളിൽ പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വണ്ടിയെല്ലാം പർച്ചേസ് ചെയ്തു. വന്നിട്ട് ഞങ്ങൾ കുറച്ച് പേപ്പർ വർക്കുള്ള കാരണം ഞങ്ങൾ ആഗ്രയിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങണ വഴി കണ്ട കാഴ്ചയാണിത്. നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു. ഗസ്റ്റുകളൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അവർ നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് മാജിക്ക് പഠിക്കുകയും ചെയ്തു. 1-2 ടൂൾസ് വാങ്ങിക്കുകയും ചെയ്തു.
എന്തുട്ടത് അതെന്നത് എന്താ അപ്പോൾ ഞങ്ങൾ ആഗ്രയിലെ വണ്ടിയുടെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടെ ഡൽഹിയിലേക്ക് തന്നെ മടങ്ങി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.